ബാംഗ്ലൂരിൽ നിന്ന് തഞ്ചാവൂർക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഒരു 10 മിനിറ്റിൽ ട്രെയിൻ വരും. അപ്പോൾ നാളെ രാവിലെ ഒരു 5:30 ആകുമ്പോഴേക്കും തഞ്ചാവൂർ ട്രെയിൻ എത്തും. അപ്പോൾ 2 ദിവസം നമുക്ക് തഞ്ചാവൂർ കാണാം. ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ ദിവസവും തഞ്ചാവൂർക്ക് ട്രെയിൻ ഉണ്ട്. അത് രാത്രി 7 മണിക്കുള്ള ട്രെയിനാണ്. അത് ബാംഗ്ലൂരിലെ KSR ബാംഗ്ലൂരിൽ നിന്നുള്ള ട്രെയിനാണ്. രാത്രി 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. പിറ്റേ ദിവസം രാവിലെ 5 മണിയാകുമ്പോൾ തഞ്ചാവൂർ എത്തുക ട്രെയിനിൻ്റെ പേര് കൂടല്ലൂർ എക്സ്പ്രസ്, പോർട്ട് എക്സ്പ്രസ്. ട്രെയിൻ നമ്പർ 16,232. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബോഗി നമ്പർ B3 ആണ്. അപ്പോൾ വീക്കെൻഡ് ആയ കാരണം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട്. പിന്നെ ബാംഗ്ലൂരിൽ നിന്നുള്ള എല്ലാ ട്രെയിനുകളും ഏകദേശം അത്യാവശ്യം നല്ല തിരക്കിലാണ് സ്റ്റാർട്ട് ചെയ്യാറ്. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇതാ സ്റ്റേഷനിൽ എടുത്തുണ്ട്. അപ്പോൾ രാവിലെ ഒരു 5:10 ആകുമ്പോഴേക്കും നമ്മളെ ട്രെയിൻ ഇതാ തഞ്ചാവൂർ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് സ്റ്റേഷനിൽ. നമ്മൾ ഫ്രഷ് ആവാനൊക്കെ റൂം എടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ IRCTCയുടെ റൂമുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടെ നമ്മളിനി തഞ്ചാവൂർ പോവുകയാണ്. അപ്പോൾ IRCTCയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇതിപ്പോൾ കാണിക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ ഡോർമെട്രി 6 മണിക്കൂറിനൊക്കെ തന്നെയാണ് ഈ 590. അപ്പോൾ ഞാൻ 6 മണിക്കൂറിന് 590 എടുത്തത്. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് തഞ്ചാവൂർ പോവാം. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയപ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് കാണാം റിട്ടയറിങ് റൂം. പിന്നെ നമുക്ക് വേറൊരു കേസ് ഉള്ളതേ, ഇപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ പോയിട്ട് വെച്ചാൽ അവിടെ മ്യൂസിയം, തൊട്ടടുത്ത് മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ഗൂഗിൾ പേ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 5 രൂപയ്ക്കാണ് അവിടെ പാസിനൊക്കെ. അപ്പോൾ നമ്മളവിടെ കയ്യിൽ ക്യാഷ് കരുതണം. അപ്പോൾ ഇതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ അടിയിൽ തന്നെ SBIയുടെ ATM കൗണ്ടർ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് പൈസ വിഡ്രോ ചെയ്തിട്ട് ക്യാഷ് കയ്യിൽ ഇരിക്കണ എപ്പോഴും നല്ലതാണ്. തഞ്ചാവൂർ പോവാം. അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ആകെ ജസ്റ്റ് ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ അമ്പലത്തേക്ക്. അപ്പോൾ ഇവിടുന്ന് വല്ല ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ATMലൊക്കെ പോയിട്ട് ക്യാഷ് ഒന്ന് വിഡ്രോ ചെയ്യാം. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ SBIയുടെ കൗണ്ടർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് പൈസ വിഡ്രോ ചെയ്യാം. അപ്പോൾ നമുക്കിനി ഓട്ടോ വിളിച്ചിട്ട് പോവാം കേട്ടോ. ഓട്ടോയ്ക്ക് വലിയ റേറ്റ് ആവില്ല ആയിരിക്കുന്നു, ചോദിച്ചു നോക്കാം. അതെ 100ക്ക് ഞാൻ സിംഗിൾ ആകാ 100 ജാസ്തി തന്നെ അല്ല കമ്മിയാണ്. ഒരാളാണ് 100. ഓക്കെ എന്നാ 100. ഓക്കെ ഇവിടെ ജസ്റ്റ് 2 കിലോമീറ്റർ ഉള്ളു കേട്ടോ. ഇതിപ്പോ സൺഡേ ആയ കാരണം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയാൽ നല്ല തിരക്കുണ്ടോന്ന് അറിയില്ല. എന്തായാലും റോട്ടിലൊന്നും വലിയ തിരക്ക്. പിന്നെ കുറച്ച് മലയാളീസ് ഇതേപോലെ എൻ്റെ പോലെ തന്നെ വന്നിട്ടുള്ള കുറേ ടീമുകാരൊക്കെ കാണുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണാണ് തഞ്ചാവൂർ അമ്പലത്തിൻ്റെ സൈഡ് വ്യൂ കേട്ടോ. ശരിക്കും നമുക്ക് തഞ്ചാവൂർ അമ്പലത്തേക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ബസ് കിട്ടും. 9 രൂപയ്ക്കുള്ള ബസ് ചാർജൊക്കെ വരിക. തഞ്ചാവൂർ അമ്പലം രാവിലെ ഒരു 5:30 ആകുമ്പോൾ ഓപ്പൺ ആവും കേട്ടോ. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ തഞ്ചാവൂർ മ്യൂസിയം ഉണ്ട്. അത് പക്ഷേ ഓപ്പൺ ആകുമ്പോൾ രാവിലെ 10 മണിയൊക്കെ ആവും. അത് അമ്പലത്തിൻ്റെ നമ്മളിപ്പോൾ വരുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് കേട്ടോ മ്യൂസിയം. അപ്പോൾ നമ്മളിപ്പോൾ തഞ്ചാവൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ചെറിയ ബ്ലോക്കൊക്കെ ഉണ്ട്, സൺഡേ ഒക്കെ ആയ കാരണമാണെന്നുണ്ട്. ഇതാണ് തഞ്ചാവൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ.
ശരിക്ക് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ റൈറ്റ് സൈഡിൽ തന്നെ മ്യൂസിയം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലാണ് തഞ്ചാവൂർ അമ്പലം വരുന്നത്. അമ്പലത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് കറക്റ്റ് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കുമ്പോൾ കറക്റ്റ് അറിയാം റെയിൽവേ സ്റ്റേഷൻ അമ്പലത്തേക്ക് 1 കിലോമീറ്റർ 800 മീറ്റർ ഉണ്ടാവും. അവിടുന്ന് സ്റ്റാൻഡിലേക്ക് 1 കിലോമീറ്റർ. അപ്പോൾ ബസ്സിൽ വന്നാൽ സ്റ്റാൻഡിൽ നിന്ന് ഒരു 800 മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ. നമ്മളത് തഞ്ചാവൂർ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അമ്പലത്തിൻ്റെ ശരിക്കുള്ള പേര് തഞ്ചാവൂർ പെരിയ കോവിൽ എന്നാട്ടാ. പെരിയ കോവിൽ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു തഞ്ചാവൂർ പുറത്ത് തന്നെ കുറേ അമ്പലങ്ങൾ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ, ചെറുതും വലുതായിട്ട്. അപ്പം അതിലെ ഏറ്റവും വലിയ അമ്പലം ഇത് തന്നെയാണ്. അപ്പം അതാണ് ഇങ്ങനെ ഒരു പേരിട്ടേക്കണമെന്നുണ്ട്. നടന്നോ ഇതനുസരിച്ച്
ചുറ്റമ്പലത്തിലെ ഓരോരോ ചെറു കോവിലുകളിൽ ഇങ്ങനെ പ്രതിഷ്ഠകൾ കാണാം. അഞ്ജനശിലയിൽ തീർത്ത മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠ, ചെറിയൊരു നന്ദി വിഗ്രഹവും ബലിക്കല്ലും, പിന്നെ നിരനിരയായി സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗങ്ങൾ, ഭസ്മവും കുങ്കുമവും കളഭവും അണിയിച്ച ഒരു ഗണപതി വിഗ്രഹം, അതിൽ പൂവും കറുകയും നേദിച്ചിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണെങ്കിലും നിത്യപൂജ നടക്കുന്നുണ്ട് ബൃഹദേശ്വര ക്ഷേത്രത്തിൽ. നടന്ന് ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തേക്കെത്തുമ്പോൾ ഗണപതി ക്ഷേത്രമാണ് ഇക്കാണുന്നത്. ക്ഷേത്രഗോപുരം നേരെ പിന്നിൽ നിന്ന് കാണുമ്പോൾ ഇങ്ങനെയാണ്. 66 മീറ്റർ ഉയരത്തിൽ അനേകം ശില്പങ്ങളുമായി ഒരു ഗോപുരം. നിർമ്മിതമായ കാലത്ത് ഇത് ബൃഹദേശ്വര ക്ഷേത്രം എന്നായിരുന്നില്ല അറിയപ്പെട്ടിരുന്നത്. രാജരാജ ചോളൻ പണികഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ച ശിവന് രാജരാജേശ്വരൻ എന്നായിരുന്നു വിശേഷണം. ക്ഷേത്രം രാജരാജേശ്വര ക്ഷേത്രമെന്നും അറിയപ്പെട്ടു. നായിക്ക ഭരണകാലത്ത് ആവുടയാർ ക്ഷേത്രമെന്നായിരുന്നു വിശേഷണം. 17 മുതൽ 19 വരെ നൂറ്റാണ്ടുകളിൽ നിലനിന്ന മറാഠ ഭരണകാലത്താണ് നാമം ബൃഹദേശ്വര ക്ഷേത്രമെന്നാക്കിയത്. രാജരാജ ചോളന്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രത്തിൽ 1000 ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് അന്ന് എത്ര സജീവമായിരുന്നു ഇവിടമെന്ന് വ്യക്തമാകുന്നത്. 100 കണക്കിന് ബ്രാഹ്മണ പുരോഹിതർ, നാട്യകലയിലും സൗന്ദര്യത്തിലും അഗ്രഗണ്യരായിരുന്ന 400 നർത്തകിമാർ, ശാസ്ത്രീയ സംഗീതത്തിൽ അവഗാഹമുള്ള 50 ഗായകർ, 100 പക്കവാദ്യക്കാർ, കണക്കുകൾ സൂക്ഷിക്കുന്ന ഗുമസ്തർ, കാവൽക്കാർ, ജീവനക്കാരുടെ പട്ടിക അങ്ങനെ നീളുന്നു. ചോളഭരണകാലത്തെ സുപ്രധാന ചടങ്ങുകളും പൊതുപരിപാടികളും കലോത്സവങ്ങളും ഘോഷയാത്രകളും രാജ്യത്തിന്റെ ഉന്നതിക്കായുള്ള യാഗങ്ങളുമെല്ലാം നടന്നിരുന്നത് ഈ ക്ഷേത്രാങ്കണത്തിലാണ്. പാലും നെയ്യും പൂക്കളും വിൽക്കുന്ന 100 കണക്കിന് ആളുകൾ അന്ന് ഈ ക്ഷേത്രത്തെ ഉപജീവിച്ച് കഴിഞ്ഞിരുന്നു എന്നാണ് ചരിത്രം. ശില്പികളും ചിത്രകാരന്മാരുമായിരുന്നു മറ്റൊരു കൂട്ടർ. പ്രധാന ക്ഷേത്രത്തിലെ ഗർഭഗൃഹത്തിന് മുന്നിലുള്ള ഭാഗമാണ് ഇത്. തഞ്ചാവൂരിന്റെ പ്രസിദ്ധി ചോള സാമ്രാജ്യത്തിന്റെ അതിരുകൾക്കപ്പുറത്തു നിന്നുപോലും കലാകാരന്മാരെയും നർത്തകികളെയും ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ടിരുന്നു. പടവുകൾ കയറി ചെല്ലുമ്പോൾ ക്ഷേത്രത്തിന്റെ പ്രധാന വാതിൽ അടഞ്ഞുകിടക്കുകയാണ്. ഇപ്പോൾ അവിടേക്ക് പ്രവേശനമില്ല. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് ഇങ്ങനെ കുറെ പ്രതിഷ്ഠകളുണ്ട്. ഇവിടെയെല്ലാം പൂജകൾ നടക്കുന്നതും ആളുകൾ പ്രാർത്ഥനയ്ക്ക് എത്തുന്നതുമാണ്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തെ മുറ്റവും ശിലാനിർമ്മിതികളും ചുറ്റമ്പലവുമെല്ലാം കാണാം. മുന്നിൽ കൊടിമരവും അതിനപ്പുറം നന്ദി മണ്ഡപവും. പ്രധാന ക്ഷേത്രത്തിന്റെ പടിക്കെട്ടുകളിറങ്ങി നന്ദി മണ്ഡപത്തിനരികിലൂടെ നടക്കുകയാണ്. ഒറ്റക്കല്ലിൽ രൂപം കൊണ്ട നന്ദി പ്രതിമ പിന്നിട്ട് 2ാം ഗോപുരം കടന്ന് ക്ഷേത്രക്കെട്ടിന് പുറത്തേക്ക്.
മുന്നിൽ ഒന്നാം ഗോപുരം. അതിനപ്പുറം ക്ഷേത്രത്തെ ചുറ്റി നിൽക്കുന്ന കോട്ടമതിലിന്റെ ഗേറ്റും കാണാം. ബൃഹദേശ്വര ക്ഷേത്ര ഗോപുരത്തെ ക്ഷേത്ര പടിപ്പുരയിൽ നിന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടി കാണുകയാണ്. ഇന്ത്യയുടെ പാരമ്പര്യത്തിന്റെ ഉജ്ജ്വല പ്രതീകം പോലെ അതങ്ങനെ ഉയർന്നു നിൽക്കുന്നു. ക്ഷേത്രക്കെട്ടിൽ നിന്നും മടങ്ങുകയാണ്. ഒന്നാം കവാടത്തിനു ചുവട്ടിലൂടെ നീങ്ങുമ്പോൾ മുന്നിൽ കോട്ടമതിലിന്റെ കൂറ്റൻ കമാനം കാണാം. വലിയൊരു കിടങ്ങ്, അതിനിപ്പുറം കോട്ടമതിൽ, അതിനുമിപ്പുറം ക്ഷേത്രമതിൽക്കെട്ട് എന്നിങ്ങനെ മൂന്നടുക്കുള്ള സുരക്ഷയിലാണ് രാജരാജ ചോളൻ ബൃഹദേശ്വര ക്ഷേത്രം സ്ഥാപിച്ചത്. കാറിൽ കയറി യാത്ര തുടരുമ്പോൾ വലിയൊരു പ്രദേശത്തെ ആകെ ചുറ്റി കോട്ടമതിൽ നീണ്ടുപോകുന്നത് കാണാം. തഞ്ചാവൂർ പാലസ് എന്നറിയപ്പെടുന്ന കൊട്ടാരങ്ങൾ കാണാനാണ് ഇനി യാത്ര. തഞ്ചാവൂർ മറാഠാ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് ഈ പ്രദേശം ഭരിച്ചിരുന്ന ബോൺസ്ലെ കുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു അത്. പഴയ രാജനഗരത്തിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം. കുറച്ചു ദൂരം ചെന്നപ്പോഴേക്കും പഴയകാല യുദ്ധരംഗങ്ങൾ ആലേഖനം ചെയ്ത കൂറ്റൻ ചിത്രമതിലിനടുത്തേക്കെത്തുന്നു. കൊട്ടാരമതിലാണിത്. ഗജപ്രതിമകൾ കാവൽ നിൽക്കുന്ന കമാനം. വലിയൊരു പടിപ്പുരക്കെട്ടിനകത്തുകൂടി കൊട്ടാരത്തിനകത്തേക്ക് കുറേ ദൂരം കാറിൽ തന്നെ പോകാം. ചില ഭാഗങ്ങളൊന്നും ഇന്ന് വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന് തോന്നിപ്പോകുന്നു. എന്നാൽ ചില ഭാഗങ്ങൾ പഴയകാല വർണ്ണാഭയോടെ കാണാം. കാറിൽ നിന്നിറങ്ങി ഞാൻ കൊട്ടാരത്തിനകത്തേക്ക് നടക്കുകയാണ്. വലിയൊരു നടുമുറ്റത്തിന്റെ ചുറ്റുമായാണ് കൊട്ടാരക്കെട്ടുകളുടെ ആദ്യ ഭാഗം. ഒരു ഭാഗത്ത് ഒരു ഗോപുരം. ഇത് ഇന്നൊരു മ്യൂസിയമാണ്. ആ ഗോപുരവും അതിനു ചുറ്റുമുള്ള ഇത്തരം കുറെ കെട്ടിടങ്ങളും കൂടിച്ചേർന്നതാണ് കൊട്ടാര കോംപ്ലക്സ്. കൊട്ടാരം ദർബാർ ഹാളാണ് ഇടതുവശത്ത്. കൊട്ടാരത്തിന്റെ ആസനൽ ടവറാണ് ക്ഷേത്രഗോപുരം പോലെ അക്കാണുന്നത്. ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടം. തമിഴ്നാടിന്റെ ശൈലിയേക്കാൾ മറാത്ത വാസ്തുശില്പ രീതിയാണ് ഈ കൊട്ടാരക്കെട്ടിൽ പ്രകടമാകുന്നത്. ദർബാർ ഹാൾ ഓടിട്ട ഒരു നെടുമ്പുര പോലെയുണ്ട്. ഞാനതിന്റെ അകത്തേക്ക് നടക്കുകയാണ്. പഴയകാല മറാഠ കൊട്ടാരങ്ങളുടെ രീതി തന്നെ. പക്ഷേ അതിനൊരു പ്രൗഢിയുണ്ട്. AD 1684 അക്കാലത്തെ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന സഹാജിയാണ് ഈ ദർബാർ ഹാൾ പണികഴിപ്പിച്ചത്. ഇഷ്ടികയും കുമ്മായവും പ്രാദേശികമായി നിർമ്മിച്ച ഓടും ഗ്രാനൈറ്റുമെല്ലാം ചേർത്ത് മറാത്ത വാസ്തുശില്പികൾ തന്നെയാണ് ഇത് ഉണ്ടാക്കിയത്. അക്കാലത്ത് പ്രൗഢമായൊരു നിർമ്മിതി തന്നെയായിരുന്നിരിക്കാം ഇത്. പക്ഷേ ഇന്നത്തെ തലമുറ അത് സംരക്ഷിച്ചു നിലനിർത്തുന്നതിൽ കാട്ടുന്ന അലംഭാവവും ഇവിടെ കണ്ടറിയാം. ഒട്ടും വൃത്തിയോടെയല്ല തഞ്ചാവൂർ കൊട്ടാരം ഇപ്പോൾ സംരക്ഷിക്കപ്പെടുന്നത്. പണിതകാലത്ത് ഇതെത്ര തിളക്കത്തോടും പ്രൗഢിയോടും കൂടിയാണ് നിലനിന്നിരുന്നതെന്ന് മച്ചിലെയും തൂണിലെയും കാഴ്ചകളിൽ നിന്നും വ്യക്തമാകുന്നു. ആധുനിക കാലത്ത് ചോക്കുകൊണ്ട് വരച്ചും ചുരണ്ടിയും തൂണുകളെല്ലാം വൃത്തികേടാക്കിയിരിക്കുന്നു. വിജയനഗര സാമ്രാജ്യത്തിന്റെ സാമന്തന്മാരായി തഞ്ചാവൂർ ഭരിച്ചിരുന്ന നായിക്ക രാജവംശമാണ് ശരിക്കും തഞ്ചാവൂർ കൊട്ടാരം നിർമ്മിക്കുന്നത്. നായക രാജവംശം എന്നും അവർ അറിയപ്പെടുന്നുണ്ട്. നായക്ക രാജാക്കന്മാരുടെ പതനത്തോടെ തഞ്ചാവൂർ മറാത്ത സാമ്രാജ്യത്തിന് കീഴിലായി. ബീജാപ്പൂരിലെ നവാബും ഛത്രപതി ശിവജിയുടെ അർദ്ധസഹോദരനുമായിരുന്ന എഗോജി 1674 തഞ്ചാവൂർ പിടിച്ചെടുക്കുന്നത്. തഞ്ചാവൂർ മറാഠ രാജവംശം തുടർന്ന് 1855 വരെയും ഇവിടം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നു. കർണാടക സംഗീതത്തെയും കലകളെയും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സദ്ഭരണം നടത്തുമ്പോഴും അട്ടിമറികളും അധികാര വടംവലിയുമെല്ലാം ഈ കൊട്ടാരത്തിൽ അരങ്ങേറി. 1787 സർഫോജി രണ്ടാമൻ എന്ന രാജാവിനെ സ്വന്തം മരുമകൻ അമർ സിംഗ് സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുക്കുന്നതും പിന്നീട് സർഫോജി ബ്രിട്ടീഷ് പടയുടെ സഹായത്തോടെ വന്ന് അമർ സിംഗിനെ തുരത്തുന്നതുമെല്ലാം ഈ കൊട്ടാരം കണ്ടു. 1855 തഞ്ചാവൂരിലെ ഭരണാധികാരിയായ ശിവജി രണ്ടാമൻ പുത്രന്മാരില്ലാതെ മരിച്ചപ്പോൾ തക്കം പാർത്തുനിന്ന ബ്രിട്ടീഷുകാർ ഇവിടേക്ക് കടന്നുവന്നു. അവർ തഞ്ചാവൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കുകയും ഭരണകേന്ദ്രം നാഗപട്ടണത്തേക്ക് മാറ്റുകയും ചെയ്തു.
തഞ്ചാവൂരിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശില്പങ്ങൾ ഇവിടെ പ്രത്യേക പീഠങ്ങളിൽ സംരക്ഷിച്ചു വരുന്നു. 17-ാം നൂറ്റാണ്ട് മുതൽ നായക്ക രാജകുടുംബവും പിന്നീട് മറാത്ത രാജവംശവും ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും ആയുധങ്ങളുമെല്ലാം ഈ കൊട്ടാരത്തിലുണ്ടായിരുന്നു. അതെല്ലാം ബ്രിട്ടീഷുകാർ കൊള്ളയടിക്കുകയാണുണ്ടായത്. നടുമുറ്റത്തു നിന്നും കൊട്ടാര കോംപ്ലക്സിന്റെ മറ്റൊരു ഭാഗത്തേക്ക് കമാന വഴി നീണ്ടുകിടക്കുന്നു. അത് കടന്നു ചെല്ലുമ്പോൾ പുരാണ നാടകത്തിന്റെ സെറ്റ് പോലെ ചായം പൂശിവെച്ച ചില പുരാതന മന്ദിരങ്ങൾ കാണാം. ആധുനിക കാലത്ത് പെയിന്റ് അടിച്ച് വൃത്തികേടാക്കിയതാണ് അത്. ഇക്കാണുന്നത് കൊട്ടാരത്തിലെ മണിമാളികയാണ്. 7 നിലകളുള്ള മാളിക. 17-ാം നൂറ്റാണ്ടിൽ നായക്ക രാജവംശത്തിലെ അവസാനത്തെ രാജാവ് വിജയരാഘവ നായിക് പണികഴിപ്പിച്ചതാണ് ബെൽ ടവർ. അകലെ ക്ഷേത്രഗോപുരം പോലുള്ള ആയുധപുര. വലിയൊരു പ്രദേശത്താകെ നിറഞ്ഞു നിൽക്കുകയാണ് പാലസ് കോംപ്ലക്സിലെ മന്ദിരങ്ങൾ. തഞ്ചാവൂരിന്റെ ഗതകാലം നെഞ്ചേറ്റി നിൽക്കുകയാണ് അവയോരോന്നും. ആ കാഴ്ചകളിൽ നിന്നും തഞ്ചാവൂരിൽ നിന്നു തന്നെയും യാത്ര തുടരുകയാണ്. മറ്റു ചില സവിശേഷ കാഴ്ചകൾ ഞങ്ങളെ കാത്തിരിപ്പുണ്ട്.